തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും KSRTC ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTCയിലെ ഡ്രൈവർ യദുവിനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച ഇപ്പോൾ ഒരു സംഘം കുറച്ചുപേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. പിരിച്ചുവിട്ട അല്ലെങ്കിൽ താൽക്കാലികമായി മാറ്റി നിർത്തിയ യദുവിനെ ജോലിയിൽ തിരികെ എടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് പ്രധാനമായി നിങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങളുടെ പരാതി എന്താണ്? KSRTC ഡ്രൈവർ യദുവും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കൂട്ടരുമായിട്ടുള്ള ആ ഒരു വിഷയം നടന്നിട്ട് ഇന്നേക്ക് കറക്റ്റ് 3 മാസമായി. അപ്പം 3 മാസമായിട്ട് യദുവിന് വേലയില്ല, കൂലിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തെ ജോലിയിൽ പുനഃപ്രവേശിപ്പിക്കുക, അതല്ല എങ്കിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അദ്ദേഹം മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ. ഇതിപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ജോലിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതമാർഗ്ഗമില്ല. അമ്മയില്ലാതെ വളർത്തുന്ന ഒരു കുഞ്ഞിനെ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പരസ്യമായിട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്, മീഡിയയിലെല്ലാം വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ജോലി തിരിച്ചു കൊടുക്കുക, ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുക. അദ്ദേഹം മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കട്ടെ. അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനാണല്ലോ, നല്ലൊരു ഡ്രൈവറുമാണ്. വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കട്ടെ. ഇതിപ്പോൾ ജോലിയില്ല, വേലയില്ല, കൂലിയില്ല, മറ്റൊരു ജോലി ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. അദ്ദേഹം യദുവിനെ നിങ്ങൾക്ക് നേരിട്ട് അറിയാമോ? ചോദിക്കട്ടെ, ഈ യദുവിനെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ? നിങ്ങൾ എന്ത് ഇതിലാണ്, നിങ്ങൾ ആരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്? യദുവിനെ നേരിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്നവരാണ്. യദുവിനെ ഈ നിമിഷം വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ യദുവിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ പോലും സംസാരിച്ചിട്ടുമില്ല. പക്ഷേ യദുവിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ അന്ന് മുതൽ യദുവിനോട് കാണിക്കുന്ന നീതികേടാണല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഓക്കെ, ഇത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്നതാണ്. ഈ ഒരു പ്രതിഷേധത്തിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ഒത്തൊരുമിച്ചത്? ഏതെങ്കിലും ഒരു സംഘടനാ ബലത്തിലാണോ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു? എങ്ങനെയാണ്? അല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? ഓർഡിനറി കേരള, അതെല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിന് നീതി കിട്ടണം. കാരണം ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവൻ ജോലി കൂലി ഇല്ലായിരുന്നാൽ അവരുടെ കുടുംബം പുലർത്തി പോകില്ല. അപ്പോൾ അവൻ്റെ നീതിക്ക് വേണ്ടി മാത്രം. ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് യദുവിനെ അറിയിച്ചിരുന്നു? അറിയിച്ചിരുന്നു. യദു എന്താണ് പറഞ്ഞത്? അവനതിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാനെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. എല്ലാ പിന്തുണയും നിങ്ങൾക്കും അറിയിച്ചിരുന്നു? നിങ്ങൾ അങ്ങോട്ട് അറിയിച്ചതുപോലെ അവൻ അറിയിച്ചിട്ടുണ്ട്, പിന്തുണയുണ്ട്. ഞങ്ങൾ ഇറങ്ങുമെന്നുള്ളത് അവനും അറിയാം. അവൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തന്നെയാണ് ഗ്രൂപ്പിലൂടെയുള്ള? പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. കേസുണ്ട്, കേസ് അവിടെ കിടക്കുന്നു, കോടതിയിലല്ലേ കേസ് പോകുന്നു. അപ്പോൾ അത് അവിടെ തീരുമാനമാവട്ടെ. അല്ല, ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ യദുവിനെ സംബന്ധിച്ച് യാതൊരു തെറ്റും കാണുന്നില്ല. അത് നല്ലൊരു ഡ്രൈവറാണ്. കാരണം നേരത്തെ അറിയാമായിരുന്നു യദുവിനെ? ഇല്ല, അവൻ്റെ ആ വീഡിയോയിൽ കൂടെ കണ്ടതേ ഉള്ളൂ. അന്ന് മുതൽ ഈ സംഭവം നടന്ന സമയം പോലെ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതാണ്. അതിനുശേഷമാണോ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തത്? അതിനുശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. നീതി നിഷേധത്തിനെതിരായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇപ്പോൾ അവനോട് കാണിച്ചിരിക്കുന്നത് നീതി നിഷേധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പോലീസിൽ കോടതി കേസ് കിടക്കുകയാണ്. കേസ് വിധിയാകുന്നതുവരെ അവൻ പട്ടിണി കിടക്കുന്നു. അവൻ്റെ ട്രാൻസ്പോർട്ടിൽ അവനെ കൂട്ടിക്ക് ഒരു കുറ്റമില്ലല്ലോ. ഒരു വണ്ടിക്ക് ഒരു കേട് വരുത്തിയിട്ടില്ല, യാത്രക്കാർ ഒരു വീട് വരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അവനെ എന്തിനാ മാറ്റി വരുത്തിയിരിക്കുന്നത്? അപ്പോൾ ഈ പ്രതിഷേധവുമായി ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സൂചനാ പ്രതിഷേധം, അതിന് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും? ഇത് എന്ന് ആ നീതി കിട്ടുന്നു അന്ന് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തന്നെ. ഞങ്ങൾ എല്ലായിടത്തും പോകും. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളുടെ മുന്നിൽ പോകും, എല്ലായിടത്തും കാണും ഈ പ്രതിഷേധം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണും. ഇവരിവിടെ ഉള്ള ആളുകളല്ല, വെളിയിൽ നിന്ന് ദൂരെ നിന്ന് വന്നവരാണ്. യദുവിന് നീതി നിഷേധിക്കുകയാണ്. യദുവിനെ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ യദുവിനെ പിരിച്ചുവിടണം, മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് അദ്ദേഹം കുഞ്ഞിനെ പുലർത്തട്ടെ എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ KSRTC ഡിപ്പോകളിലേക്ക് അടക്കം വലിയ പ്രതിഷേധവുമായി ഇവർ എത്തുമെന്നാണ് പറയുന്നത്. ഇതൊരു സൂചനാ പ്രതിഷേധം മാത്രമാണെന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ്
എസ് ഇബ്രാഹിമിനൊപ്പം റിപ്പോർട്ടർ ഇനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.